ഞങ്ങളുടെ കരങ്ങളിലേക്ക് കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം 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 അപ്പാ. ദൈവമേ, കൂടി വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ദേവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ നിങ്ങളുടെ പ്രോഗ്രാമിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം 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 അപ്പാ. മക്കളെ കർത്താവെ, ഹല്ലേലൂയ, ഏറ്റെടുത്തിരിക്കുന്നതായ പ്രോഗ്രാമുകൾ കർത്താവെ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെ അത് ചെയ്തെടുക്കുവാൻ നോക്കണപ്പാ. അവിടുത്തെ കരകൂടെ ഇത് സഹായിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പാ. സ്തോത്രം. നിങ്ങളുടെ ആദ്യ കുറവുകൾ ഓർക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യോട് അന്തം കർത്താവെ അവിടുന്ന് കൂടെ ഇരിക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മീറ്റിംഗ് കർത്താവെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നപ്പാ. സ്തോത്രം. കൂടി വരേണ്ടവരൊക്കെയും കർത്താവെ ജോയിൻ ചെയ്തവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ സ്വർഗം സഹായിക്കുമാറകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആടെ കുറവുകൾ ഓർക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. തക്ക സമയത്ത് സകല ദൈവമക്കളെ കൂട്ടി വരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നപ്പാ. അതിനെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇല്ലേ, സകലമാനവും മഹത്വം കൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ സ്തോത്രം. രാജ്മോൾക്ക് ജോയിൻ ചെയ്തില്ലല്ലോ. സ്തോത്രം. രാജ്മോൾക്കാണല്ലോ ആദ്യ സംഗീത വായനയും പ്രാർത്ഥനയ്ക്കുമായി രാജ്മോളാണ് സ്തോത്രം കടന്നു വരേണ്ടത്. പക്ഷെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല. അതിനായിട്ട് ആരെ നമ്മൾ ക്ഷണിക്കണം? സ്തോത്രം. ആദ്യത്തെ പാട്ടായിക്കോട്ടെ, പാട്ടിക്കോട്ടെ. പാട്ടിനെ വിളിച്ചോ. നമ്മുടെ സോളോ സോങ് നമ്മുടെ ബ്ലസ്സി അജയ് മോളെ നാമത്തിൽ ക്ഷണിക്കുന്നു. ആന്റിമാർക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയാം. പ്രത്യേകിച്ച് ഷേർലി സിസ്റ്റർ, ഞാനൊന്നും പറഞ്ഞില്ലേ തന്നെ എന്റെ പാട്ടിന് ഞാൻ നോക്കിയായിരുന്നു ലിസ്റ്റിൽ. അപ്പം പാട്ടിൽ ആദ്യം തന്നെ വെച്ചതിൽ എനിക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇന്നലെ എനിക്ക് അന്നേരം മനസ്സിലങ്ങ് തോന്നി പറയണം, പാടണമെന്ന്. അങ്ങനെ അങ്ങ് പെട്ടെന്ന് പറഞ്ഞതാ. സ്തോത്രം. പ്രിയൻ വരുന്നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരുന്നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. ഓട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഓട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും വിനകളെല്ലാം. ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും വിനകളെല്ലാം. പ്രിയൻ വരുന്നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരുന്നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. അന്ത്യനാളുകളാണിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയും. അന്ത്യനാളുകളാണിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയും. തിരുനാമത്തിൻ മഹിമകൾക്കാ പ്രിയൻ താരും താൻ വരുന്നാളുകൾ. തിരുനാമത്തിൻ മഹിമകൾക്കാ പ്രിയൻ താൻ താരും വരുന്നാളുകൾ. പ്രിയൻ വരുന്ന ഇനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരുന്നാൾ ഇനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. അവനായിരുന്നു നിന്നകൾ സഹിച്ച് അപമാനങ്ങൾ അനുഭവിച്ച്. അവനായിരുന്നു നിന്നകൾ സഹിച്ചും അപമാനങ്ങൾ അനുഭവിച്ചും. അവൻ വേലയെ തുടർന്നിടുമ്പോൾ അന്നു താരും താൻ പ്രതിഫലങ്ങൾ. അവൻ വേലയെ തുടർന്നിടുമ്പോൾ അന്നു താരും താൻ പ്രതിഫലങ്ങൾ. പ്രിയൻ വരുന്നാളിനി അധികമില്ല,
സിയോൻ പൂരം നമുക്കിനി അകലമല്ല, പ്രിയൻ വരുന്നാളിനി അധികമില്ല. സിയോൻ പൂരം നമുക്കിനി അകലമല്ല, ഇരുളാണെന്നു പാരിതിലെങ്ങും ഇവിടിൽ ഒരു സമാധാനവും. ഇരുളാണെന്നു പാരിതിലെങ്ങും ഇവിടിൽ ഒരു സമാധാനവും. പരനേശുവിൻ വരവെന്നിയേ, പാരിൽ നമുക്ക് വേറാശയില്ല. പരനേശുവിൻ വരവെന്നിയേ, പാരിൽ നമുക്ക് വേറാശയില്ല. പ്രിയൻ വരുന്നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരുന്ന ഇനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിപ്പാൻ വിളിച്ച് മോളെ ദൈവം സഹായിച്ചല്ലോ. അതിനകത്ത് മോളെ അഭിനന്ദിക്കുന്ന സ്തോത്രം. കരങ്ങളടിച്ച് അഭിനന്ദിക്കാം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി സ്തോത്രം. വീണ്ടും പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഇനി അടുത്തത് നമ്മുടെ ഷോർട്ട് മെസ്സേജ് ആണ്. സ്തോത്രം. അതിനായി സ്തോത്രം. സിസ്റ്റർ അനി സജു ദേവദാസിയെ വളരെ സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലേക്ക് ആദരവോടെ ക്ഷണിച്ചു കൊടുക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സോഫിയ ആന്റിയോട് കൂടെ, എൻ്റെ പ്രിയ സഹോദരിമാർ, അമ്മച്ചിമാര്, ആന്റിമാരോട് കൂടെ വീണ്ടും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് വിലയേറിയ അവസരത്തിന് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാര്, ആന്റിമാരാണ്. ഞാൻ മറന്നുപോയിട്ടല്ല, നിങ്ങൾ എന്നെ ഓർക്കുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എത്ര നന്ദി പറയണമെന്നൊന്നും അറിയില്ല. ഞാൻ വെറുതെ സുഖിപ്പിക്കാനൊന്നും പറയുന്നതല്ല, വളരെ ഹൃദയംഗമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പറയുക. ഞാൻ പല കാര്യങ്ങളിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന എനിക്ക് എന്നും കോട്ടയാ. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീണ്ടും ജീവനോടെയും ആരോഗ്യത്തോടെയും വിശ്വാസത്തോടെയൊക്കെ നിൽക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതിനൊരുപാട് ദൈവനാമത്തിൽ എൻ്റെ എല്ലാ ഹൃദയം തെറിഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. സോഫിയ ആന്റിക്കും പ്രിയ സഹോദരിമാരായ ആന്റിമാർക്ക് എല്ലാവർക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം വായിക്കണമെന്നില്ല, ഞാൻ അതിൽ നിന്ന് എടുത്തങ്ങ് പറഞ്ഞു പോകാം, ചെറിയൊരു മെസ്സേജ് ആയിട്ട് പറയുന്നത് കൊണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെ അതിന്റെ 9 തുടങ്ങി ഇങ്ങനെയാ വായിക്കണം. ആൾക്കൂട്ടം തന്നെ ഞെരിക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറിയ പടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. യേശു അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകൾ ഉള്ളവരെല്ലാം യേശുവിനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ്, ജന അധികമായത് നിമിത്തം ഒരു ചെറു പടകിലേക്ക് തനിക്ക് തന്നെ ഒതുക്കി നിർത്തേണ്ട ഒരു സ്ഥലത്തേക്ക് ശിഷ്യന്മാരോട് ഒരു പടക് ഒരുക്കി തരുവാനായിട്ട് പറഞ്ഞു. അവിടേക്ക് യേശു ആ പടകിലേക്ക് മാറുകയാണ്. അവിടെ അനേകരെ സൗഖ്യമാക്കുകയാൽ ആ സമയം കൊണ്ട് യേശു അനേകരെ സൗഖ്യമാക്കിയിട്ട് വീണ്ടും ബാധകൾ ഉള്ളവരെല്ലാം യേശുവിനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. നമ്മളെല്ലാവരും ഈ നാളുകളില് കർത്താവുമായിട്ട് വളരെ ആഴമേറിയ ബന്ധത്തിലാണ് പോകുന്നത്. പ്രതികൂലം, പ്രയാസം, പ്രതിസന്ധി, ഞെരുക്കം, ഭാരം, വേദന, ദുഃഖം, ഇതൊക്കെ തന്നെയാണ് വിശ്വാസികളാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെയൊക്കെ അടിസ്ഥാന മാനദണ്ഡം അല്ലെങ്കിൽ ലെവൽ അതിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടക്കം. പക്ഷേ കർത്താവ് പറയുകയാണ്, ഈ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജനം അവിടെ ആ സമയത്ത് യേശുവിന്റെ കൂടെ ഉണ്ട്. ആ ജനം അവരുടെ അവസ്ഥ അവരനേകരെ യേശു സൗഖ്യമാക്കി. അപ്പൊ ആ കൂടെ യേശുവിന്റെ അടുക്കലേക്ക് വന്ന ജനം എല്ലാം സൗഖ്യ ആവശ്യമുള്ള ആൾക്കാരായിരുന്നു. അല്ലാതെ വെറുതെ യേശുവിനെ കാണാൻ വന്നവരല്ല,
അല്ല യേശുവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വന്നവരല്ല. അവർക്ക് വേണ്ടിയിരുന്നത്, യേശുവിൽ നിന്ന് വേണ്ടിയിരുന്ന ഒരു സാധനം അവർക്ക് സൗഖ്യമായിരുന്നു. അത് ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള വിടുതൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം അവരെല്ലാരും യേശുവിന്റെ പിറകെ തന്നെ ചെന്നു. യേശുവിന്റെ പിറകെ അവർ കടന്നു ചെന്നിട്ട് അവര് യേശുവിനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു. നമ്മൾ ആരും യേശുവിനെ തൊടാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും യേശുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതി. കാരണം എന്താ, നമ്മളൊക്കെ കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ ഒരു തലത്തിലേക്ക് മാറി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയായി, വിശ്വാസമായി, പ്രാർത്ഥനയായി, പാസ്റ്ററായി, മീൻസ് ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ആളായി കഴിഞ്ഞപ്പോ ഇനി നമുക്ക് യേശുവിനെ തൊടണോ എന്നുള്ളൊരു ആഗ്രഹം നമുക്കില്ല. നമ്മൾ ചോദിക്കുന്നു, ഞാൻ മക്കളാണ്, അവകാശികളാണ്, അതാണ് ഇതാണ്. നമ്മൾ വചനപ്രകാരം ശരിയാണ്, നമ്മളെല്ലാവരും ഒത്തിരി ആഴങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ പക്വതയിലൊക്കെ നമ്മൾ എത്തപ്പെട്ടു. പക്ഷെ ഇവിടെ അശുദ്ധാത്മാക്കൾ ബാധിച്ച അനേകര് സൗഖ്യമാകേണ്ടതിന്, ബാധകളുള്ളവരല്ല യേശുവിനെ തൊടേണ്ടതിന് തിരക്കി രക്തസ്രവക്കാരി യേശുവിന്റെ അടുത്തേക്ക് ചെന്നത് എന്തിനാ? യേശുവിനെ തൊടാൻ പറ്റിയില്ലെങ്കിലും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊടാൻ സാധിക്കണേ എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങള് കടന്നു വന്നപ്പം ശിഷ്യന്മാര് ഈ കുഞ്ഞുങ്ങളെ വിലക്കി. അവരോട് പറഞ്ഞ് തൊടല്ലേ, അല്ലെങ്കിൽ അടുത്തോട് ചെല്ലല്ലേ എന്നും പറഞ്ഞ് ശിഷ്യന്മാര് അവരെയും കുഞ്ഞുങ്ങളെയും ആ യേശുവിന്റെ അടുക്കൽ നിന്ന് അകറ്റി. അവിടെ എല്ലാം ഒരു അകൽച്ചയാ. യേശുവിന്റെ അടുക്കലേക്ക് എത്താനായിട്ട് ഒരു പരിധി പറഞ്ഞാൽ ജനം അനുവദിക്കുന്നില്ല, മറ്റൊരു പരിധി പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അടുത്ത് ചെന്നൊന്ന് തൊടാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും തിരക്കാം, നമുക്കെല്ലാം മിനിസ്ട്രിയുടേതായ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് യേശുവിനെ ഇപ്പൊ തൊടാൻ നേരമില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം കർത്താവ് എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ്. ഷൈലി പെട്ടെന്ന് സോഫിയ ആന്റി പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഷോർട്ട് മെസ്സേജ് മോളെ പറയാമെന്ന് വെച്ചപ്പോ പെട്ടെന്ന് ഞാൻ ഓക്കെ ആന്റി എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ചിന്ത, ഈ ഒരു ചിന്ത അത് കഴിഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ദൈവം എന്താണ് ആന്റിക്ക് അവിടെ മെസ്സേജ് കൊടുക്കണ്ടേന്ന് ചിന്തിക്കുമ്പോൾ ഈ വചനം ഞാൻ ജസ്റ്റ് വായിച്ചപ്പോ ഈ തൊടുക എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. എന്നോടും കൂടി പറഞ്ഞതായിട്ട് എനിക്ക് ബോധ്യമായി. അപ്പൊ യേശുവിനെ തൊടാൻ പിള്ളേരടക്കം യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ അതിനകത്തുനിന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു ചിന്ത, നമ്മള് ഈ വലുതായി പോകാതെ നമ്മൾ കുഞ്ഞായിട്ടൊന്ന് ഇരിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ വചനം പഠിക്കുമ്പോഴൊക്കെ പറയണ ഒരു കാര്യം, നമ്മൾ പക്വതയുള്ളവരാകണം, അല്ലെ? പക്വത പ്രാപിച്ചാലാണ് കാര്യവിചാരകത്വത്തിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷെ യേശുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയാല് യേശുവിന്റെ മക്കളാണ് നമ്മളെല്ലാവരും ഇങ്ങനത്തെ അമ്മമാരാ. നമുക്കെല്ലാം മക്കളുണ്ട്. നമ്മുടെ മക്കൾ എത്ര വലുതായാലും അവർ കുഞ്ഞുങ്ങളാ. അവർക്കിടെ മക്കളുണ്ടായാൽ പോലും നമ്മൾ പറയും എന്റെ മോനെ പറയുള്ളൂ. മോനെ കുറിച്ച് മോക്കടെ മോളെ കുറിച്ച് പറയുന്നതിലും കുറച്ചും കൂടെ നമ്മൾ സ്നേഹിച്ച് പറഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും കിട്ടിയാൽ, ഞാൻ അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പയുടെ അമ്മയുള്ള ഹസ്ബൻഡിന്റെ അമ്മയുള്ള സമയത്ത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും സാധനം അമ്മ ഇങ്ങനെ കൊടുക്കണത് അപ്പയ്ക്ക് ആദ്യം കൊടുക്കും, എന്നിട്ട് അപ്പ ഈ കൊച്ചുമക്കൾക്ക് കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കും അതെന്താ ആ മോന് കൊടുത്തിട്ട് കൊച്ചുമക്ക. അപ്പൊ അമ്മ പറയും എന്റെ മോൻ, ഞാൻ ആദ്യം കണ്ട മോൻ ഇവന് കൊടുത്തിട്ട് കൊച്ചുമക്കൾക്ക് കൊടുക്കത്തുള്ളൂ. അപ്പൊ അതാണ് അവരെത്ര വലുതായി അവർക്ക് മക്കൾ വന്ന് കല്യാണം കഴിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരുടെ മക്കൾ എന്നും ആ മക്കള് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കർത്താവിന് കൊച്ചുമക്കളൊന്നും ഇല്ലല്ലോ, കർത്താവിന് മക്കൾ മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ മക്കളാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? കർത്താവിനെ ഒന്ന് തൊടാനാ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഒന്ന് തൊടാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് ശക്തമായിട്ട് പറയണം, കർത്താവിന്റെ അടുത്തേക്കൊന്ന് അടുത്ത് ചെന്ന് ആ ഹൃദയത്തിലേക്കൊന്ന് ചേർന്നിരുന്ന് ആ മാറിലൊന്ന് ചാരി, യോഹന്നാൻ അപ്പസ്തോലൻ ഇരുന്നത് പോലെ ആ മാറിലേക്കൊന്ന് ചാരി നമ്മുടെ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും എന്ത് വിഷയമായിക്കൊള്ളട്ടെ അതെല്ലാം ഒന്ന് ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് സംസാരിക്കാൻ തയ്യാറായി നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും യേശുപ്പൻ ഞാൻ കെട്ടിപ്പിടിക്കുന്ന ഒരാളാണ്.
കാരണം അതുകൊണ്ടായിരിക്കും എനിക്ക് എപ്പോഴും യേശുവിനെ യോഹന്നാൻ മാറിക്കടന്ന പോലെയാണ്. എനിക്ക് എപ്പോഴും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ആ കെട്ടിപ്പിടിക്കുന്ന ഒരു സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. പ്രൈസ് ലോർഡ്. അപ്പോ കർത്താവിന്റെ ആ സ്നേഹത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മളുടെ ജീവിതത്തില് നമ്മൾ ഈ നാളുകളിൽ ഒന്ന് കൊച്ചുകുട്ടി, ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു 45, 30, 35, 40, 45, 50, 60, 65 കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയുള്ള അമ്മച്ചിമാരെല്ലാവരൊക്കെ തന്നെ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ആ പ്രായമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് ഓടിച്ചെന്ന് ഒന്ന് അടുത്തിരുന്നിട്ട് ആ ദൈവത്തെ അല്ലെങ്കിൽ ആ കർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ അപ്പം റെഡിയാ നമ്മളെ വിളിക്കാനും കെട്ടിപ്പിടിക്കാനും നമ്മുടെ കൂടെ ഇരിക്കാനും. നമ്മുടെ ആ ബിസി എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് ആ കർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മളൊന്ന് തയ്യാറായാല്, കർത്താവ് ഇതിനകത്ത് പറഞ്ഞ ബാധകളുള്ളവരെല്ലാം അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കിയുന്ന. അപ്പൊ ബാധകൾ എന്ന് ഉദ്ദേശിക്കുന്നത് രോഗമല്ല, നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമാ, നമ്മുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളുമാ, നമ്മുടെ കഷ്ടതകളും ഞെരുക്കങ്ങളുമാ, നമ്മുടെ ബലഹീനതകളാ, നമ്മുടെ വീഴ്ചകളാ, നമ്മുടെ അറിവില്ലായ്മകളാ, നമ്മുടെ പ്രശ്നങ്ങളാ. ഈ സാധനങ്ങളായിട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് അന്ന് യേശുവിനെ ഒന്ന് തൊടാൻ ചെന്ന്. അതിന് ഉത്തമ ഉദാഹരണമാണ് രക്തസ്രവക്കാരിയായ സ്ത്രീ. അവളുടെ ശരീരത്തിൽ അത് രോഗമല്ലായിരുന്നു, ഇല്ലേ, ഒരു ബാധയായിരുന്നു, ഇല്ലേ. ആ ബാധ വിട്ടുമാറുന്ന വ്യക്തമായിട്ട് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുപോലുള്ള ചില മാനസിക വിഷയങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന പ്രിയ ജനത്തോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്ന് ആ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ചേർന്നിരുന്ന് ആ സ്നേഹം ഒന്ന് അനുഭവിപ്പാൻ, നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ. നമുക്ക് ബാധ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ട്, കർത്താവെ എന്നെ വിടുവിപ്പാൻ അങ്ങല്ലാതെ മറ്റാരും ഇല്ലപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ വിശ്വാസത്തെ ഒരു പടി കൂടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ആ ദൈവ സ്നേഹത്തിന്റെ ആഴം ഒന്ന് അനുഭവിച്ചറിയേണ്ടതിന് ആത്മാവിന്റെ ശക്തിയോടെ ബലത്തോടെ നമ്മൾ വീണ്ടും ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലെ മറവിലൊന്ന് നിൽക്കാൻ, നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആ വിലയേറിയ സാന്നിധ്യം, ആത്മാവിന്റെ ആ വിലയേറിയ ശക്തി നമ്മുടെ ഉള്ളിങ്ങളിലൂടെ കയറി ഇറങ്ങി നമ്മൾ കടന്നു ചെല്ലുന്ന വ്യക്തി ജീവിതങ്ങളുടെ നടുവില് ആ ദൈവത്തിന്റെ സാന്നിധ്യം അവരും അനുഭവിച്ച്, അവരും ആ ശക്തിയിൽ, അവരിലും ആ വിടുതൽ കണ്ട് അവരും ദൈവനാമത്തിൽ പുറത്തു വരുന്ന ദിവസങ്ങളാക്കി പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ദിവസങ്ങളിൽ മാറ്റുമെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. ആ ദൈവം വിശ്വസ്തനാ, ആ ദൈവം കരുണയുള്ളവനാ, ആ ദൈവം മനസ്സലിവുള്ളവനാ. നമ്മൾ ഇന്ന് ഒരുപാട് വിഷയങ്ങൾ പലരുടെയും കേൾക്കുമ്പോൾ, നമ്മൾ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തോട്, കർത്താവെ അവരെ ഒന്ന് തൊടണമേ, എന്നെ തൊട്ട കർത്താവ് അവരെ ഒന്ന് തൊട്ട് അവരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഒന്ന് അറിയുവാൻ ഈ ദിവസങ്ങളിൽ സ്വർഗം അവരെ ഒന്ന് തൊടണമേ കർത്താവെ. തിരുവചനം പറയുന്നു, അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായെന്ന്. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ എത്രയോ ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ കരയുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നു. സത്യം അറിയാതെ ഉഴലുന്നവർ എത്രയോ പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. എന്നാൽ അവരുടെ വിഷയങ്ങളുടെ നടുവിൽ കടന്നു ചെല്ലുവാനും അവരെ പുറത്തു കൊണ്ടുവരുവാനും അവരുടെ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ മേല് ആമേൻ പ്രവർത്തിച്ച് അവർക്ക് ജീവനുള്ള ഒരു ദൈവം കർത്താവായ യേശു മാത്രമെന്ന് അനുഭവിക്കാനും തക്കവണ്ണം ദൈവം ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ആ ശക്തിയിലും ബലത്തിലും നയിക്കട്ടെ, നടത്തട്ടെ. ആ ബലം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ അടുത്ത തലത്തിലേക്ക് കയറി ഇറങ്ങത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആരിങ്ങനെ ഇരുന്ന് കളയാതെ ഹല്ലേലൂയ അടുത്ത തലത്തിലേക്ക് കയറി ഇറങ്ങാൻ യേശുവിനെ ഒന്ന് തൊട്ടവർ ഹല്ലേലൂയ ആമേൻ ഇനി നമ്മളെ തൊടുന്ന വിധത്തിലേക്ക് ഹല്ലേലൂയ നമ്മളിൽ നിന്നും, നമ്മൾ ദൈവത്തിന്റെ മക്കളാ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനെ പോലെ ആയി കഴിഞ്ഞു. മോശ ഹല്ലേലൂയ മോശയോട് പറഞ്ഞല്ലോ, നീ ഇനി ദൈവമാ. മോശയെ ദൈവമായിട്ട് ഏൽപ്പിച്ചിട്ട് ഇറക്കി വിടുക ചെയ്ത മിസ്രൈമിന്റെ അടുക്കലേക്ക്, അല്ലെ, ഫറവോന്റെ അടുക്കലേക്ക്. അവിടെ മോശ ദൈവമായിരുന്നു. ആ ദൈവമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ദൈവം തന്നെയാ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറായാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. നമ്മൾ ദൈവത്തിന്റെ ആയുധങ്ങളായി തീരും, ദൈവത്തിന്റെ പ്രവർത്തികളായി തീരും, ദൈവത്തിന്റെ കൈയായിത്തീരും, ദൈവത്തിന്റെ അവയവങ്ങളായി തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അതിനായി വിളിച്ച് വേർതിരിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ദൈവത്തെ ഒന്ന് തൊടുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളിലൂടെ
ജീവിതത്തിലൂടെ അനേകരെ കർത്താവിനെ തൊടുന്ന വിധത്തിലേക്ക് സ്വർഗം നമ്മുടെ ജീവിതത്തെ മാറ്റുമെന്ന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ചെറിയൊരു ദൂത് കർത്താവിന്റെ നാമത്തിൽ കൈമാറിക്കൊണ്ട് ആമേൻ. കർത്താവ് ഹാലയിൽ തന്നെ ഈ വിലയേറിയ അവസരത്തിന് ദൈവനാമത്തിലെ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. സോഫിയാന്റെയും കുടുംബത്തെ എല്ലാവരും എല്ലാ സഹോദരിമാരെ ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ താണിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട അല്പ സമയം മാത്രം എടുത്തുകൊണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ഇന്ന് ഈ സന്ധ്യാമത്തിൽ നമ്മളോട് അറിയിച്ച ദേവദാസിയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പിന്നെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലും വലിയ മെസ്സേജ് ചെയ്യുവാർക്കൊക്കെ ഉള്ള സ്തോത്രം ദൈവം ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഇപ്പം എന്റെ കർത്താവിനെ കർത്താവ് തൊട്ടവരും സൗഖ്യമായെങ്കിൽ സ്തോത്രം. നമ്മളെ ഓരോരുത്തരും ഈ സന്ധ്യയുടെ യാമത്തില് ഒരുമിച്ചായിരിക്കുന്ന ദൈവം നമ്മളെ കുറിച്ചുള്ള പദ്ധതികള് ഉദ്ദേശങ്ങൾ ദൈവം നിവർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ധാരാളമായ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. ഇനി അടുത്തത് സ്തോത്രം ഒരു സോളോ സോങ് ആണ്. അതിനായി നമ്മുടെ സ്തോത്രം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാൻ രാജ്യമോളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വന്നില്ല. ഇപ്പം അത് ചെയ്യാൻ നമുക്ക്. ഓക്കെ. സ്തോത്രം. നമ്മുടെ സങ്കീർത്തന വായനയും പ്രാർത്ഥനയും നമ്മുടെ രാജ്യമോളാണല്ലോ. അതിനായി ദൈവനാമത്തിലെ സ്തോത്രം രാജ്യമോളെ ക്ഷണിക്കുന്നു. സ്തോത്രം. രാജ്മോൾ കേൾക്കുന്നുണ്ടോ? രാജ്യമോളെ മ്യൂട്ട് മാറ്റ്. പതിനേഴാം സങ്കീർത്തനം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണുനേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുർദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പും നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം. നിന്റെ ചിറകിന്റെ നിലയിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറുവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് വിടുവിക്കണമേ. അവിടെ ഓഹരി ആയുസ്സിൽ അത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയർ നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർക്ക് കുഞ്ഞുങ്ങൾ വെച്ചിരിക്കുന്നു. ഞാനോ നീതി നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, ഇന്നലെ സമയത്തിനായിട്ട് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവേ, ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുവാൻ താവയുടെ ആക്കിയതിനാൽ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിനേറ്റിരുന്ന പ്രോഗ്രാമുകളൊക്കെ അത് ഭംഗിയാഴ്ചതമായി കർത്താവെ നടക്കുവാൻ കർത്താവയുടെ ആക്കിയതിനാൽ നന്ദി പറയുന്ന കർത്താവെ. എത്രയോ പേർക്ക് കർത്താവ് അവസരം കിട്ടാതെ കർത്താവ് മണ്ണമടിയായി കടന്നു പോയതിന് വന്നെല്ലാം കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവ്. തുടർന്നുള്ള പ്രോഗ്രാമുകളൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമേ. ആരൊക്കെ പ്രോഗ്രാമുകൾ ഏറ്റിരിക്കുന്നവരെല്ലാം കർത്താവ് സന്തോഷത്തോട് ചെയ്യുവാനുള്ള കൃപയോട് മേൽ പകർന്ന് ദൈവമേ, ഹല്ലേലൂയ, ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ അനുഗ്രഹമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് ദൈവവചന സുരക്ഷിതാവ് ജനിയാന്റിക്ക് ആയിക്കുന്നതിനായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ്. കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവയോട് സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, എല്ലാ വിഷയങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. മാനമോത്തം കർത്താവോട് താട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കണമേ പിതാവ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവം നമുക്ക് മാത്രമല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട ദാവീദിന്റെ ഒരു സങ്കീർത്തനം പാടുവാന് രാജ്മോളെ ദൈവം ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം.
പ്രാർത്ഥിപ്പാനും ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് രാജ്യമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്തോത്രം. ഇനിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മുടെ സോളം സോങ്ങിനായിട്ട് നമ്മുടെ സ്തോത്രം ജെസ്സി ആന്റിയെ വളരെ അതിലോടെ സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു. സ്തോത്രം. ജെസ്സി രാജു ആന്റിയെ സ്തോത്രം. കർത്താവിന് മഹത്വം. സ്തോത്രം. ഓപ്പൺ മിനിസ്റ്റർ കുടുംബത്തിലുള്ള എല്ലാ പ്രിയ ദൈവ കുടുംബങ്ങളും വിശേഷാൽ കർത്താവിന്റെ ദാസി സോജാന്റിക്കും കുടുംബത്തിനും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന് നമുക്ക് പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം. സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, ഉന്നതനാം നായകനെ വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ ദായകനെ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാട്ടിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാട്ടിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എന്നാശ്രയം, അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എന്നാശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാട്ടിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാട്ടിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നിൻഗീതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഗീതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാട്ടിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാട്ടിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ആമേൻ. സ്തോത്രം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച ജെസ്സി ആന്റിയെ അഭിനന്ദിക്കുന്നു. കരങ്ങളടിച്ച് അഭിനന്ദിക്കാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആന്റി പാടുവാൻ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. വീണ്ടും നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. സ്തോത്രം. ഇനി നമ്മുടെ റീഡിംഗ് ആണ്. സ്തോത്രം. അതിനായി സ്തോത്രം ദേശി ജോയ് ആന്റിയെ വളരെ സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ മിനിസ്ട്രിയിലേക്ക് ആദരവായി ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രോഗ്രാം എന്നാ വായിച്ചത്? ഞാനൊരു ഉപന്യാസമായിരുന്നേ. ഉപന്യാസം. പ്രോഗ്രാം എന്താ വായിച്ചത്? റീഡിംഗ് ആ എഴുതിയേക്കുന്നത്. ഉപന്യാസം തന്നെ. ഉപന്യാസം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സൂം മീറ്റിംഗില് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം എല്ലാ ആന്റിമാരോടും ഒരുമിച്ച്, സാജൻ പാസ്റ്ററോട് ഒരുമിച്ചും പ്രിയ സോഫിയാന്റോട് ഒരുമിച്ചും
ഇത് അധ്യക്ഷയായിരിക്കുന്ന പ്രിയ ശാന്തമാൻ്റെയോട് ഒരുമിച്ച് മറ്റുള്ള ആന്റിമാരോടെല്ലാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം എന്റെയും ജീവിതത്തിൽ ഒരു സാവകാശത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് വിശ്വാസിയുടെ ചുമതല എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഉപന്യാസമാണ്. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്തു നേടി എന്ന് അറിയേണ്ടതിനു അവരെ വിളിച്ചു. ഒന്നാമൻ അടുത്തു വന്ന്, കർത്താവെ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമൻ വന്ന്, കർത്താവെ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന്, കർത്താവെ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു. നീ വിതയ്ക്കാത്തത് കൊയ്യുകയും വെക്കാത്തത് എടുക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിയുന്നുവല്ലോ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തൽ ഉള്ളവന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. ദൈവം വിശ്വാസികളായ നമ്മെ ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വ്യാപാരം ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ദൈവത്തിന് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല, നമുക്ക് മാത്രമേ നഷ്ടം സംഭവിക്കുകയുള്ളൂ. ചുമതല എന്നത് നിസ്സാര കാര്യമല്ല. ചുമതലയിൽ നഷ്ടം സംഭവിക്കാം. ചുമതല ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടായിരിക്കണം. ചുമതലയിൽ വിശ്വസ്തതയുണ്ടാകണം. കണക്ക് ബോധിപ്പിക്കണം. ഉത്തരവാദിത്തം ഏൽക്കുമ്പോൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. ത്യാഗ മനസ്സോടെ അതിനെ നേരിടണം. തീരുമാനം എടുക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ സ്നേഹത്തോടെ അത് ചെയ്യണം. ചുമതലകൾ ചെയ്യുമ്പോൾ ധനനഷ്ടം സംഭവിച്ചാലും കൃത്യമായി എല്ലാം ചെയ്യണം. സങ്കീർത്തനം 24:1 നാം ഇപ്രകാരം വായിക്കുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. എല്ലാം യഹോവയ്ക്കുള്ളതാണ്, നമുക്കായിട്ട് ഒന്നും തന്നെയില്ല. ദൈവം നമ്മെ അവന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:27. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മുടെ ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യണം. സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും എല്ലാ ഇഴജാതികളുടെ മേലും വാഴുവിൻ എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. ഉൽപ്പത്തി 1:26. എന്നാൽ ഒരു നിമിഷത്തെ ജാഗ്രത കുറവ് മൂലം ചുമതലയിൽ നിന്നും മാറുവാൻ ഇടയായി. നാം ദൈവത്തെ അറിഞ്ഞു ജീവിക്കുമ്പോൾ ചില ദുരുപദേശങ്ങളിൽപ്പെട്ട് നമ്മുടെ ചുമതലകൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കാൻ കഴിയാതെ വരും. പിശാച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മനുഷ്യൻ കൽപ്പന ലംഘിച്ചു. ദൈവം അവരെ അന്വേഷിച്ചപ്പോൾ അവർ തങ്ങളുടെ ചുമതലകളിൽ നിന്നും ഓടി ഒളിച്ചതായി നാം കാണുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവർ അതിൽ നിന്നും പിന്മാറിപ്പോയതായി കാണാം. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മരിച്ചത്. ആയതിനാൽ വ്യക്തിപരമായി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യണം. മറ്റുള്ളവരെ നോക്കാതെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. നാം ഓരോരുത്തരും അപ്പന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. പ്രതിഫലവും ഓരോരുത്തർക്കുമായാണ് ലഭിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം അറിയാൻ നാം താല്പര്യമുള്ളവരായിരിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമർ 12:1. ദൈവവുമായി ആശയവിനിമയം ഉണ്ടായിരിക്കണം. 1 തെസ്സലോനിക്കർ 5:17. പരിശോധനകൾ വരുമ്പോൾ പിന്മാറിപ്പോകരുത്. നാം ലോകത്തിന്റെ വെളിച്ചമായി തീരണം. കൂട്ടുവിശ്വാസികളോടും നമുക്ക് ചില ചുമതലകളുണ്ട്. അന്യോന്യം പ്രബോധിപ്പിക്കണം. മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രവർത്തിക്കണം. അന്യോന്യം സ്നേഹിക്കണം. ഐക്യത ഉണ്ടായിരിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ഉണ്ടാകണം. നമ്മുടെ ശരീരത്തിലെ രക്തം എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നില്ലെങ്കിൽ രക്തം വ്യാപിക്കാത്ത അവയവം പ്രവർത്തനരഹിതമാക്കും. സഭയിലെ വിശ്വാസികൾ തമ്മിൽ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് കേട് സംഭവിക്കുമ്പോൾ ശരീരം മുഴുവനും അത് അനുഭവിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ തമ്മിൽ സ്നേഹത്തോടെ ആയിരിക്കണം. ഏതെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ക്ഷമിച്ച് നാം ഒരപ്പത്തിന്റെ അംശികളാണെന്ന ദൈവവചനം മനസ്സിലാക്കി ജീവിക്കുക. ഫറവോന്റെ ഹൃദയകാഠിന്യ നിമിത്തം ആയിരങ്ങൾ മരിച്ചു വീണതുപോലെ നമ്മുടെ ഹൃദയകാഠിന്യ നിമിത്തം ആരും ദൈവത്തിൽ നിന്നും അകന്നു പോകരുത്. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആയതിനാൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.
അമേൻ അമേൻ. അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രിക്കാൻ നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയില് സ്തോത്രം. നമ്മളെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൗത്യം പല വചനങ്ങൾ കൂടെ എടുത്ത് സംസാരിപ്പാന് ഇന്ന് നമ്മളോട് ഇടപെടുവാൻ ദൈവയാക്കി ഓർത്ത് നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്നത്. പിന്നെയും ദേവദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് പ്രസ്താവിപ്പാൻ ദൈവം സഹായിച്ചു ഓർത്തന അഭിനന്ദിക്കുന്ന സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് സ്തോത്രം അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. ഇനി ഒരു സോങ് ആണ് സ്തോത്രം. സിസ്റ്റർ ഗീതു മോളാണ് സോങ് പാടുന്നത്. സ്തോത്രം. അതിനായി ഇത് മോളെ വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്തോത്രം ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നാരിൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നാരിൻ വഴി നടത്തും. കാൽകളിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തന്നൂതരുണ്ട് കാവനായി. കാൽകളിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തന്നൂതരുണ്ട് കാവനായി. ഉള്ളംകാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളംകാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. മുഖം പാടില്ല, നിശ്ചിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വാഴും കാലമൊക്കെയും തലയുയർത്തി നടത്തിടും അന്ത്യം വരെ. വാഴും കാലമൊക്കെയും തലയുയർത്തി നടത്തിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാൽ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാൽ. എന്ന നിറച്ചീടാം കാത്തു കാത്തൊരുങ്ങിടാം എൻ പ്രിയൻ വരവിനായി. എന്ന നിറച്ചീടാം കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ
എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. താങ്ക് യു. ആമേൻ. സ്തോത്രം. ഇതും സുഷ്മയും മോളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൊച്ചുമോളെ നമുക്കൊന്ന് കരങ്ങളടിച്ച് അഭിനന്ദിക്കാം. ഇതില് നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാടിയല്ലോ. മാതാവിനോട് ചേർന്ന് കരങ്ങളടിച്ച് പൈതലിനെ അനുമോദിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ധാരാളമായി കുഞ്ഞിനെ അമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വീണ്ടും നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇനി അടുത്തത് ഭാവനയാണല്ലോ. നമ്മുടെ സാജൻ പാസ്റ്റർ ഭാവനയല്ലേ? സ്തോത്രം, സ്തോത്രം. അതിനായി നമ്മുടെ സാജൻ പാസ്റ്റർ സ്തോത്രം വളരെ ആദരവോടെ സ്നേഹത്തോടെ നമ്മുടെ ഹോപ്പിൾ മിനിസ്ട്രി ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളോടൊപ്പം വീണ്ടും ഒരാഴ്ചയും കൂടെ ആയിരിക്കുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എന്നെ കാണാമോ? എന്നെ കേൾക്കാമോ? നമ്മള് പാടിയപ്പോ എല്ലാരും കണ്ട വീഡിയോ ഓൺ ചെയ്ത് വന്നത്. അതാ പാടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. കേൾക്കാൻ കാണാം, കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ ഏൽപ്പിച്ച ആ പ്രോഗ്രാം മോളെ മ്യൂട്ട് ആക്കിക്കോ അവിടുന്ന്. ഓക്കെ. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ആൻറ്റി, ഹോപ്പ്ഫുൾ മിനിസ്ട്രി എല്ലാ അംഗങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ആരാധനയുടെ ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലും എൻ്റെ പോർഷൻ ഭാവനയായിരുന്നു. ഈ ഭാവന കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മനസ്സ്. നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ഭാവന അവതരിപ്പിക്കുന്നു. അത് ദൈവനാമത്തിന് കാരണമായി തീരട്ടെ. ഇത് വെറും ഭാവനയായി മാത്രം ഉൾക്കൊള്ളുക. ഞാൻ എൻ്റെ ഭാവന ഇവിടെ അവതരിപ്പിക്കുന്നു. ഭാവനയുടെ പേര് എൻ്റെ ഉള്ളം കലങ്ങിപ്പോയി എന്നുള്ളൊരു കൊച്ചു ഭാവനയാണ്. നമ്മുടെ നാട്ടിലെ ആരാധനകളും കാര്യങ്ങളും ഒക്കെ കർത്താവ് വന്നു സംബന്ധിച്ചാൽ എങ്ങനെയായിരിക്കും കർത്താവ് അതിന് കൊടുക്കുന്ന റിപ്പോർട്ടെന്നുള്ള ഒരു ചെറിയ ഭാവന ഞാൻ അവതരിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയിലെ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ അസിസ്റ്റൻ്റായ ദൂതനെ കാര്യങ്ങൾ എല്ലാം ഏൽപ്പിച്ച് വെള്ള വസ്ത്രം ധരിച്ച് മേഘ തേരിൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ സ്പെഷ്യൽ ബസ്സിൽ കർത്താവ് ഭൂമിയിലേക്ക് തിരിക്കുന്നു. കുറേ കാലമായി ഒരു നാടൻ ആരാധന കൂടിയിട്ട് എന്ന് സ്വർഗീയ ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസും ഇട്ടിട്ടാണ് കർത്താവ് വരുന്നത്. താഴെ ആരാധനാലയത്തിൽ എത്തിയപ്പോൾ, പള്ളിയിലെത്തിയ അപ്പോൾ തന്നെ സൺഡേ സ്കൂൾ കുട്ടികൾ വെളിയിൽ നിൽപ്പുണ്ട്. അവർ പപ്സും വടയും ചായയും ഒക്കെ കുടിക്കുന്ന രംഗമാണ് കർത്താവ് കാണുന്നത്. അതിനുശേഷം അകത്തേക്ക് കയറി അവിടെ DJ വർഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അത് ആരാധന തന്നെയാണോ അതോ ഇത് പേയിളക്കമാണോ എന്ന് തന്നെ കർത്താവ് സംശയിച്ചു. പ്രസംഗകൻ താൻ മാത്രമേ നീതിമാനായി ഉള്ളൂ എന്ന ഭാവത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രസംഗിക്കുന്നു. ഭക്തന്മാരുടെ കപടമായ സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ വയർ നിറയുന്നു. വിശ്വാസികളുടെ അവസ്ഥ പ്രസംഗത്തിനിടയിൽ കർത്താവ് ചുറ്റും നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ കർത്താവിനെ വളരെ വിസ്മയപ്പെടുത്തി. ചിലർ മൊബൈലിൽ കാൻഡി ക്രാഷ് കളിക്കുന്നു, മറ്റു ചിലർ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു, അമ്മായിമാർ അടുത്തിരിക്കുന്നവരുടെ ചെവി കടിച്ചു തിന്നുന്നു, അതായത് പരദൂഷണം പറയുന്നു. ചിലർ MM4 ബെഡിൽ കിടക്കുന്നതിനേക്കാൾ സുഖത്തിൽ ചിലർ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അത് കണ്ട് കർത്താവിൻ്റെ കിളി പോയി. കമ്മിറ്റി യോഗമാണ് ആരാധനയ്ക്ക് ശേഷമായി നടന്നത്. ആരാധന കഴിഞ്ഞ ഉടനെ തന്നെ നടന്ന പൊതു കമ്മിറ്റിയിലെ ബഹളവും പ്രശ്നങ്ങളും കണ്ടപ്പോൾ നിയമസഭയിലെ തല്ലും പിടിയും ഇതിലും ഭേദമാണെന്ന് കർത്താവിന് തോന്നി. കർത്താവ് വളരെ ദുഃഖിച്ചു. ഉപസംഹാരം ഇതാണോ താൻ വീണ്ടെടുത്ത വിശുദ്ധ ജനം
എന്നോർത്ത് കർത്താവ് ദുഃഖിക്കുന്നു. പണ്ട് എടുത്ത ആ ചാട്ടവാർ ഒരിക്കൽ കൂടി എടുത്ത് ദേവാലയം ശുദ്ധീകരിക്കേണ്ട സമയം അടുത്തു വന്നുവെന്ന് കർത്താവ് ചിന്തിക്കുന്നു. സ്വർഗത്തിൽ തിരിച്ചെത്തിയ കർത്താവ് തൻ്റെ സ്വർഗീയ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു: ഭൂമി സന്ദർശിച്ചു, പക്ഷേ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി. വിശ്വാസികളുടെ കാപട്യത്തെയും ആരാധനാലയങ്ങളിലെ ആത്മീയതയില്ലായ്മയുമാണ് ഈ ഭാവന ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തുവാൻ ഈ ഭാവന ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ഭാവനയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വളരെ നല്ല രീതിയിൽ സ്തോത്രം ഭാവന അവതരിപ്പിച്ച സാധുദാസിന് അഭിനന്ദിക്കുന്നു. സ്തോത്രം. ചെറിയൊരു ഷോർട്ട് ഭാവനയായിരുന്നെങ്കിലും വളരെ അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവനയായിരുന്നു. സ്തോത്രത്തിനെയും ദൈവം ബലപ്പെടുത്തട്ടെ. സ്തോത്രം. വീണ്ടും നമുക്ക് സ്തോത്രം പ്രോഗ്രാമിലേക്ക് കടക്കാം. സ്തോത്രം. ഇനി നമ്മുടെ അടുത്തത് ഒരു സോളോ സോങ് ആണ്. അതിനായി നമ്മുടെ അമ്മണി റെജി ആന്റി സ്തോത്രം ദൈവനാമത്തില് നമ്മുടെ ഹോപ്പിൾ മിനിസ്ട്രിയുടെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. അമ്മണി റെജി ആന്റിയാണ്. സ്തോത്രം. ആന്റി ഇല്ലേ? ആന്റി ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? സ്തോത്രം. അമ്മിണി റെജി ഇപ്പൊ ഇല്ല കേട്ടോ, ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ഇല്ല. അതിന് വരെ നമുക്ക് ആർക്കെങ്കിലും എൽസി ആന്റി പാടാം. എൽസി ആന്റിക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ ശാന്തമാന്റിക്ക് ഒരു ചെറുകഥ ലാസ്റ്റ്, അതിന് കഴിഞ്ഞിട്ട് ശാന്തമാന്റിക്ക് ചെറുകഥയോ പാട്ടോ ഒക്കെ. നീനയ്ക്ക് പാടാവോ? ഒരു പാട്ട് പാടാവോ? മ്യൂട്ട് മാറ്റിക്കാൻ മ്യൂട്ട് മാറ്റി ഒരു പാട്ട് പാടാം. മാത്രം ആദ്യമായിട്ട് ദൈവമക്കളുടെ ഇടയിൽ ഞാൻ വരുക. ഒത്തിരി സന്തോഷം സോഫിയാന്റിയെ ഇങ്ങനെ കാണാൻ പറ്റിയതില്. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തേശയിൽ വന്ദനം. നല്ലൊരു പാട്ട് പാടാം. संभाल प्रभु जी जीवन के हर पल में, संभाल प्रभु जी जीवन के हर पल में। अभी तक तूने संभाला हमको, आगे भी अगुवाई कर। अभी तक तूने संभाला हमको, आगे भी अगुवाई कर। संभाल प्रभु जी जीवन के हर पल में। जैसे मुर्गी बच्चों को पंगोंदले चिपती, जैसे मुर्गी बच्चों को पंगोंदले चिपती, वैसे ही तेरी छाया शरणिये हमारी, वैसे ही तेरी छाया शरणिये हमारी। संभाल प्रभु जी जीवन के हर पल में। संभाल प्रभु जी जीवन के हर पल में। ആമേൻ. സ്തോത്രം. സ്തോത്രം. ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, ഒറ്റ വാക്ക് ഇടയ്ക്കൊന്ന് കയറി പറയാം. നീനായെ നിങ്ങൾ കണ്ടല്ലോ, എപ്പോഴാ നീനായെ കാണുന്ന എല്ലാവരും? നീനായെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീനയുടെ മകള് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നിത്യതയെ പ്രവേശിച്ചത്. നീന ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകും. ഞാൻ അതുകൊണ്ട് ഒന്ന് എടുത്തു പറയുക, നിങ്ങൾ എല്ലാവരും നീനയെ കണ്ടല്ലോ, നീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീന ഇപ്പം ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഓടി വരുന്ന വരവാ. ഞാൻ പറഞ്ഞു പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ആന്റി ഞാൻ നോക്കട്ടെ,
ഞാൻ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും കടന്നു വന്നു, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. പാട്ട് പാടാൻ പറഞ്ഞ ഉടനെ കയറി പാടി. ഒത്തിരി സന്തോഷം. നീന കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒത്തിരി വിഷമഘട്ടങ്ങളാണ്. ഇതിനകത്തുള്ള എല്ലാവരും അതേപോലൊക്കെ തന്നെയാ. പക്ഷെ ഈ അടുത്ത സമയത്താണ് മോളുടെ വേർപാട് നടന്നത്. നിങ്ങൾ നീനയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓക്കെ, ഒരു സ്ട്രോങ് ലേഡി ആയിട്ട് കർത്താവിന് വേണ്ടി ശക്തിയായി നിൽക്കാൻ. ഇനിയും നമ്മുടെ കൂടെ മെസ്സേജ് പറയാനും സാക്ഷ്യം പറയാനും ഒക്കെ കാണും. നീന നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും എനിക്ക് പറയുന്നത്, എനിക്ക് മെസ്സേജ് ഇടും, ആന്റി ഞാൻ കൂടെ ഉണ്ട്, ഞാൻ ഒപ്പം ഉണ്ട്, എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. എന്നാൽ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല, കാരണം തിരക്കുകൾ കാരണമാണ്. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിലൂടെ പോയിട്ട് അധികം ആയില്ല. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഏത് വിഷയത്തെയും വളരെ ധൈര്യത്തോടെ തരണം ചെയ്യാൻ. കൂടെ ആരുമില്ല, കർത്താവ് അല്ലാതെ ആരുമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും പ്രത്യേകം നീനെ ഓർക്കണം. അതുകൊണ്ട് ഇടയ്ക്ക് കയറി ഞാൻ അത്രയും സംസാരിച്ചത്. കാരണം ഇപ്പൊ നീനെ കണ്ടുകൊണ്ട് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കുറച്ചുകൂടെ ഓർക്കാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൂടെ ഉണ്ട്. നീന ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, നന്നായി പാടി, വളരെ മനോഹരമായിരുന്നു. ദൈവം സഹായിക്കട്ടെ. ഓക്കെ, സ്തോത്രം. മോനുണ്ട്, മോനെ ഓർത്തോടെ പ്രാർത്ഥിക്കണേ. മോൻ എന്തോ ചെയ്യുന്നു? മോനൊരു വീഡിയോ എഡിറ്ററാ. അവന്റെ ഒരു ഇൻബോൺ ടാലന്റ് അത്. പിന്നെ ജേർണലിസമാ പഠിച്ചത്. അവനൊരു പേപ്പർ കൂടെ എഴുതിയെടുക്കാനുണ്ട്. അതിലെല്ലാം ഉപരിയായി കർത്താവിന്റെ വാചകത്തുള്ളൊരു കുഞ്ഞാ. അതിൽ നിന്ന് തെറ്റിച്ച് കളയാൻ ഒത്തിരി പാരമ്പര്യത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം അവനെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സംഭവിക്കാൻ വേണ്ടി ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവന്റെ പേര് സാമുവൽ എന്നാ, ദുബൈയിലായിപ്പോ ഉള്ളത്. ആമേൻ. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അമ്മണി ആന്റി കയറിയിട്ടുണ്ട്. അമ്മണി ആന്റി അടുത്ത പ്രോഗ്രാം അമ്മണി ആന്റിക്ക് ക്ഷണിക്കുന്നു. സ്തോത്രം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ചീഫ് അഡ്മിനായിരിക്കുന്ന സോഫിയാന്റിക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മുമ്പ് കൈ തട്ടി മൊബൈലിന്റെ അതങ്ങ് പോയതായിരുന്നു. ഓക്കെ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ എന്നും സ്നേഹിക്കണം. നാൾ തോറും തന്ന നന്മകളിൽ അനവരതം സ്തുതികൾ പാടിടണം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ എന്നും സ്നേഹിക്കണം. നാൾ തോറും തന്ന നന്മകളിൽ അനവരതം സ്തുതികൾ പാടിടണം. സ്നേഹിക്കണം മാതാപിതാക്കളെ, മാനിക്കണം ദൈവകൽപ്പനകളെ. സ്നേഹിക്കണം മാതാപിതാക്കളെ, മാനിക്കണം ദൈവകൽപ്പനകളെ. അതിനാൽ കൃപകൾ വലുതായി വരുമേ, നെടുനാൾ ജീവിതം ധരയിൽ ഭവിക്കും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ എന്നും സ്നേഹിക്കണം. നാൾ തോറും തന്ന നന്മകളിൽ അനവരതം സ്തുതികൾ പാടിടണം. സ്നേഹിക്കണം സോദരങ്ങളെ, നമ്മൾ പ്രാപിക്കണം ആത്മനൽവരങ്ങളെ. സ്നേഹിക്കണം സോദരങ്ങളെ, നമ്മൾ പ്രാപിക്കണം ആത്മനൽവരങ്ങളെ. യേശുവിൻ നാമത്തിൽ നന്മകൾ ചെയ്തിടാം, ഉയർത്താം മഹത്വം തിരുനാമത്തിനായി. യേശുവിൻ നാമത്തിൽ നന്മകൾ ചെയ്തിടാം, ഉയർത്താം മഹത്വം തിരുനാമത്തിനായി. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ എന്നും സ്നേഹിക്കണം. നാൾ തോറും തന്ന നന്മകളിൽ അനവരതം സ്തുതികൾ പാടിടണം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ എന്നും സ്നേഹിക്കണം. നാൾ തോറും തന്ന നന്മകളിൽ അനവരതം സ്തുതികൾ പാടിടണം.
താങ്ക് യു. അമ്മേൻ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രഗാനം ആലോപിച്ച ദേവദാസി അഭിനന്ദിക്കുന്നു. നല്ല അർത്ഥവത്തായ ഒരു ഗാനമാണ് ദേവദാസി ആലപിച്ചത്. സ്തോത്രം. ഇത് ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനി അടുത്തതായി നമ്മുടെ പ്രോഗ്രാം ശാന്തമ്മ ബാബു ആന്റിയാണ്. ആന്റിയുടെ ഒരു ചെറുകഥയാണ്. സ്തോത്രം. ദൈവനാമത്തിലോ നമ്മുടെ ഗോസ്പൽ മിനിസ്ട്രി ഗ്രൂപ്പിലേക്ക് സ്തോത്രം അതിലോടെ ക്ഷണിച്ചു കൊള്ളുന്ന ആന്റി. നാമത്തിൽ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബഹുമാന്യ അധ്യക്ഷ, ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്മിൻ, നമ്മുടെ ബഹുമാന്യ സഹോദരിമാരും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ കഥയുടെ പേര് ദൈവത്തിന്റെ സൃഷ്ടി എന്നാണ്. ഒരിക്കൽ ഒരു നിരീശ്വരവാദി ദൈവമില്ലെന്നും ഉണ്ടെങ്കിൽ ദൈവം പോഷനാണെന്നും പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ചിലർ അയാളോട് യോജിച്ചു, മറ്റു ചിലർ അത് നിരസിച്ചു. നന്നേ ക്ഷീണിച്ചു ഒരു ദിവസം അയാൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമത്തിനായി കിടന്നു. താൻ കിടന്നത് ഒരു വേപ്പ് മരത്തിന്റെ ചുവട്ടിലായിരുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ അത്രയും വലിയ വേപ്പ് മരത്തിൽ ചെറിയ കായകൾ കിടക്കുന്നത് കണ്ട് തൊട്ടടുത്തായി നിലത്തെ ഒരു മത്തവള്ളിയും അതിലൊരു വലിയ മത്തങ്ങ കിടക്കുന്നതും അയാൾ ശ്രദ്ധിച്ചു. ഇത്ര വലിയ മരത്തിൽ തീരെ ചെറിയ കായും വെറും വള്ളിയായ മത്തയ്ക്ക് എടുക്കാൻ കഴിയാത്തത്ര വലിയ കായും ദൈവം ഒരു പോഷനാണെന്ന് താൻ സമർത്ഥിക്കുന്നത് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത പ്രസംഗത്തിന് ഈ തെളിവുകൾ അയാൾ കണക്ക് കൂട്ടി. ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ താൻ സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് അയാളുടെ തിരുനെറ്റിയിൽ തന്നെ എന്തോ വന്ന് പതിച്ചു. അയാൾ ചാടി എഴുന്നേറ്റ് നോക്കി. വലിയ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ച തന്റെ തിരുനെറ്റിയിൽ അതിലെ ഒരു കായ വീണു. ചെറിയ കായ ആയതിനാൽ ആപത്തൊന്നും സംഭവിച്ചില്ല. ഒരു വലിയ കായ ആയിരുന്നെങ്കിൽ അത് തന്റെ അവസാനമായി തീരാമായിരുന്നു. തന്റെ പോഷത്വം മനസ്സിലാക്കിയ അയാൾ എന്റെ ദൈവമേ എന്നുറക്കെ വിളിച്ചു. ദൈവമില്ല എന്നും ദൈവത്തെ പോഷണെന്നും താൻ പറഞ്ഞത് ഓർത്ത് അയാൾ പശ്ചാത്തപിച്ചു. തന്റെ തെറ്റായ ധാരണകളെല്ലാം തിരുത്തി. അന്നു മുതൽ സർവവും സൃഷ്ടിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ സ്തുതിച്ചു ജീവിക്കുവാൻ താൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സകലവും സൃഷ്ടിച്ചവനാണ്. ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളും നമ്മുടെ ദൈവത്തിന്റെ കൈപ്പണിയത്രേ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. സങ്കീർത്തനം 104:24 സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. ഭയങ്കരവും അതിശയമായ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ പ്രവൃത്തി അത്ഭുതകരമാവുന്നു. ആ നിരീശ്വരവാദിയെ ദൈവം തന്റെ സൃഷ്ടിയെ കൊണ്ട് തന്നെ ബുദ്ധി പഠിപ്പിച്ചു. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ ബുദ്ധി അപ്രമേയമാണ്. യെശയ്യാ 40:28 സൃഷ്ടി ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അവൻ കൽപ്പിച്ചിട്ടവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. സങ്കീർത്തനം 148:5 എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായ മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. സങ്കീർത്തനം 14:1 നന്മ ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകും. സദൃശവാക്യം 15:24. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് അന്ത്യത്തോളം കർത്താവിനായി ജീവിപ്പാൻ തക്കണം. കർത്താവ് നമ്മളെ എവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചോട്ടെ. മനോഹരമായ ഒരു ചെറുകഥ അവതരിപ്പിക്കാൻ ശാന്തമ്മ ബാബു ആന്റി ദൈവം സഹായിച്ചോർത്തുന്നത് ആന്റിയെ അഭിനന്ദിക്കുന്നു. ദൈവം പിന്നെയും ബലപ്പെടുത്തട്ടെ. സ്തോത്രം. മറ്റു പ്രോഗ്രാമായി നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വരുവാൻ ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പിന്നെ നമുക്ക് സ്തോത്രം അടുത്ത പ്രോഗ്രാം നമ്മുടെ വിജിസിസ്റ്റിന് പകരമായിട്ട് സ്തോത്രം നമ്മുടെ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിനായി നമ്മുടെ ഷേർലി മോളെ ദൈവനാമത്തിൽ നമ്മുടെ ഹോപ്പിൾ മിനിസ്ട്രിയിലേക്ക് അതിലൂടെ ക്ഷണിച്ചു കൊള്ളുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാൻ, ഞാൻ ലെഫ്റ്റ് ആവും. സ്തോത്രം. ഞാൻ ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ നമ്മുടെ അഗ്നായ സോബിയാന്റെ ഏൽപ്പിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും കുറവുകൾ വന്നെങ്കിൽ വന്നെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. സ്തോത്രം. എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയ അധ്യക്ഷ, അതുപോലെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതുവരെയും പാട്ടുകളും നല്ല ഒരു ദൈവാലോചനയും നല്ല ചെറുകഥയൊക്കെ കേട്ടു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ വചനമൊക്കെ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അതെല്ലാം നമ്മുടെ പ്രവൃത്തിയിൽ അത് ഏറ്റെടുത്ത് അതുപോലെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, ഞാൻ വിജി സിസ്റ്റർ ജോയിൻ ചെയ്യാൻ വിജി സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വന്നെങ്കിലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫോൺ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട്
ഇത്ര നേരമായിട്ട് അദ്ദേഹം വന്നില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു ബൈബിൾ ക്വിസ് പെട്ടെന്ന് ഇവിടുന്ന് ഇപ്പം എഴുതിയതാണ്. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ബൈബിൾ ക്വിസ്. ബൈബിളിനെ കുറിച്ചുള്ള അറിവും നമുക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 5 രാജാക്കന്മാരെ വെട്ടിക്കൊന്ന് 5 മരത്തിന്മേൽ തൂക്കിയത് ആര്? 5 രാജാക്കന്മാരെ വെട്ടിക്കൊന്ന് 5 മരത്തിൽ തൂക്കിയത് ആരാണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ഒരു ക്ലൂ പറയാവോ എവിടെയാന്ന്? എനിക്കറിയില്ല. പഴയ നിയമത്തിലാണ്. ആദ്യത്തെ ഉൽപ്പത്തി ഉറപ്പാടില്ലേ? എനിക്കറിയാം, പക്ഷെ അത് എവിടെയാണുള്ളത് മറന്നുപോയി. ആദ്യത്തെ 7 പുസ്തകത്തിനകത്തുള്ളത്. അദോനിയാവാണോ? അല്ല 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 അല്ല. ആദ്യത്തെ 7 പുസ്തകം അതിലുള്ള ഉള്ളതാ. ആദ്യത്തെ 7 പുസ്തകം പോട്ടെ, ഉൽപ്പത്തി മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള പുസ്തകത്തിലുള്ള ഒരാളാണ്. എല്ലാരും മ്യൂട്ട് മാറ്റിക്കോളൂ. മ്യൂട്ട് മാറ്റിയിട്ട് ആൻസർ യോശുവ വരെയുള്ള പുസ്തകത്തിലുള്ളത്. എൽസി ആന്റി എന്തോ പറയുന്നേ? ജോഷുവ. വാവ്, ഗുഡ്. ആരാ പറഞ്ഞേ? ടീന സിസ്റ്റർ ആണോ? പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടില്ല. ഇവിടെ എനിക്ക് ഒരു 5-6 അധ്യായം വെച്ചിട്ട് പറഞ്ഞു കൊടുക്ക്, അപ്പൊ നോക്കാൻ എളുപ്പമായില്ലേ? ഞാൻ പറഞ്ഞു 5-6 അധ്യായം ഇല്ല. പുസ്തകം യോശുവയാണ്. യോശുവ ആൻസർ മോളമ്മാൻ പറഞ്ഞായിരുന്നോ? സോറി, ഞാൻ കേട്ടില്ല. ഓക്കെ, എന്നാ മോളമ്മാൻ അമ്മാമ്മയ്ക്ക് തന്നെ തരുമോ കേട്ടോ? പറഞ്ഞുണ്ടായിരുന്നോ? ഓക്കെ, പറഞ്ഞുണ്ടായിരുന്നു. തൃശ്ശൂർ ഭാഷ. ഓക്കെ, എൽസി ആന്റി ഒന്നും കേൾക്കുന്നില്ല. എൽസി ആന്റി പറയുന്ന ഒന്നും ഇങ്ങനെ കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു പട്ടണവും ഉണ്ട്. ആ പേരും ഈ പട്ടണത്തിന്റെ പേരും ഒന്നാ. ആരാന്ന് പറയാ? എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനാ. എലീഷ അല്ല. അത് ഞാൻ ഒരു പറയാം. യഹൂദ ഗോത്രത്തിലെ ആണ് ആ മനുഷ്യൻ. പിന്നെ അതുപോലെ യഹൂദിയയിലെ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിന്റെ ദാവീദ്. അല്ല അല്ല അല്ല. ദിനവൃത്താന്തത്തിലാണ്. അല്ല അല്ല അല്ല. ഹായ് എന്ന് പേരുള്ളവർ ആരും ഇല്ലല്ലോ. നമ്മൾ ഹായ് എന്ന് പറയുന്നു. അതല്ലാതെ ഹായ് എന്ന് പേരുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനെ കുറിച്ച്, ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യൻ അദ്ദേഹത്തിന് ഭയങ്കര ഫേമസ് ആ, എല്ലാവർക്കും അറിയാം. ദാവീദിന്റെ പട്ടണം. ദാവീദ് പ്രാർത്ഥനാ മനുഷ്യനായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലല്ലോ. പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വേറെ. ഞാൻ പ്രത്യേകം പറഞ്ഞു. എന്തോ അല്ല, ഇദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഫേമസ് ആണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാരും പ്രസംഗിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെ കാര്യം. അതാരാ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞത് ജെസ്സി ആന്റി. ജബേസ് ആണ്. യബേസ് അദ്ദേഹത്തിന്റെ പേരിലുള്ള പട്ടണം. അപ്പോൾ 1 ദിനവൃത്താന്തം 4:10 2:55 അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ചുള്ളത്. അപ്പൊ ആന്റി ആ പ്രാർത്ഥനയുടെ കാര്യം ഓർത്താണെന്ന് തോന്നുന്നു പറഞ്ഞത്. എങ്കിലും മിടുക്കി അത് പറഞ്ഞല്ലോ. ജെസ്സി രാജു ആന്റി 1 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ. ഓടി പെട്ടെന്ന് പറഞ്ഞിട്ട്, ഷേമിന്റെ വല്യപ്പച്ചൻ ആരാ? വല്യപ്പൻ. ഷേമിന്റെ അപ്പന്റെ അപ്പൻ. ഷേം ആരാന്നറിയാവോ? അതാദ്യമേ കണ്ടുപിടിച്ചിട്ട് ശരിയാ? അല്ല, ശരിയാ അല്ല. അവരുടെ അപ്പൻ എന്താ പേര്? നോഹയല്ലോ. അവരുടെ അപ്പന്റെ പേര് നോഹ എന്നല്ല. തുമ്പത്തുണ്ട്, മറന്നു. അല്ല, ഷേമിന്റെ വല്യപ്പൻ, അപ്പന്റെ അപ്പൻ.
ഞാൻ പറയാൻ പോവാ. ടൈം ഈസ് അതാരാ ലാമേക്ക്. ലാമേക്ക് എന്നാരാ പറഞ്ഞേ? ഓക്കെ ഓക്കെ, എലിസബത്ത് ആന്റി ഇല്ലയോ? ആ ഓക്കെ, കറക്റ്റ്. ലാമക്ക്, ലാമക്ക് നോഹയുടെ അപ്പന്റെ പേരല്ലയോ ലാമക്ക്? അതോർത്താ പോരായിരുന്നോ? ആ, അടുത്ത ക്വസ്റ്റ്യൻ. സാത്താനെ ഏൽപ്പിച്ചത് ആരെയൊക്കെയാണ് സാത്താനെ ഏൽപ്പിച്ചത്? പുതിയ നിയമത്തിലുള്ളതാ. അപ്പോസ്തല പ്രവൃത്തി അല്ല, സോറി, അപ്പോസ്തല പ്രവൃത്തി അല്ല. പൗലോസിനെ അല്ല അല്ല അല്ല, ഞാൻ ഒരു ഇതൂടെ പറയാം. അവര് ദൂഷണം പറയാതിരിക്കാൻ വേണ്ടി അങ്ങനെ സാത്താന്റെ പള്ളിക്കാരൻ. മോശയുടെ ശരീരത്തെ കുറിച്ചല്ലേ മോശയുടെ ശരീരത്തെ കുറിച്ച്? അല്ലല്ല അല്ല അല്ല അല്ല, ഞാനിപ്പം പറഞ്ഞു ദൂഷണം പറയാതിരിക്കാൻ വേണ്ടി അവരെ സാത്താനെ ഏൽപ്പിച്ചു. സാത്താന്റെ പള്ളിക്കാരാണോ? പള്ളിക്കാരല്ല. സാത്താന്റെ പള്ളിക്കാരെ എന്തിനാ പിന്നെ സാത്താനെ ഏൽപ്പിക്കുന്നേ? ഓൾറെഡി വെളിച്ചപ്പാടത്തിയായ സ്ത്രീയെ അല്ലല്ല, അവര് ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന്. ഇത്രയും ഞാൻ ഭയങ്കര ക്ലൂവാ തന്നത്. ഇതറിയാൻ വയ്യെങ്കിൽ എന്തു മോശമാണ് കേട്ടോ. ജെനി ചേച്ചി മിണ്ടാതിരിക്കുവാന്നോ? ആ, ദൂഷണം പറയാതിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, സാത്താനെ ഏൽപ്പിച്ചു. ഞാൻ പറയാം, ആൻസർ ആർക്കും അറിയത്തില്ല. 1 തിമോത്തിയോസ് 1:20 ഹുമനിയോസും അലക്സാണ്ടറും അവരെ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് അവരെ സാത്താനെ ഏൽപ്പിച്ചു. അവിടെ തന്നെ സാത്താന്റെ പള്ളിക്കാരെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഈ പേര് നിങ്ങൾ ആരും പറഞ്ഞില്ല. ഓക്കെ, 1 തിമോത്തിയോസോ? 1 തിമോത്തിയോസ് 1:20. അടുത്ത ക്വസ്റ്റ്യൻ. ദാവീദ്, ഞാൻ അതിന്റെ ഓപ്ഷൻ തരാം. ദാവീദ് ആരായിരുന്നു? ഇതിനകത്തല്ല, എന്തെങ്കിലുമൊക്കെ ദാവീദിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. നിക്ക്, ഞാൻ പറയാം, ഓപ്ഷൻ തരാം. ഇതിനകത്ത് ഏതെങ്കിലും അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. പ്രവാചകൻ, ആട്ടിടയൻ, രാജാവ്, ഈ 3 കാര്യം തന്നിട്ടുണ്ട്. ഇതിൽ ഇത് 3 ആണോ അതോ ഇതിൽ ഏതെങ്കിലും 1 ആണോ ഏതെങ്കിലും 2 ആണോ എന്നുള്ളത് പറയാം. രാജാവുണ്ട്, ആട്ടിടേനും ഉണ്ട്. 3 ആണ്. നീന സിസ്റ്റർ 3 ആണെന്ന് പറയുന്നു. എൽസി ആന്റി തർക്കിക്കുന്നു 2 ഉള്ളൂ. വേറെ ആരോ ഒരാളും കൂടെ പറഞ്ഞു 2. ഞാനും രണ്ടാ മോളെ പറഞ്ഞു. ജെസ്സി ആന്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ മെഡിക്കികൾ എല്ലാരും നല്ല ആട്ടിടയനും രാജാവും തീർച്ചയായിട്ടും ആണ്. എന്നാൽ പ്രവാചകനും കൂടിയായിരുന്നു ദാവീദ്. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 2:29-30 വായിച്ചാൽ അറിയാം, ദാവീദ് ഒരു പ്രവാചകനും കൂടിയായിരുന്നു. അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ടീക്ക് ഹേ സിസ്റ്റർ. അടുത്തത് ടീക്കണാ ജെസ്സി ആന്റി, എൽസി ആന്റി. ഓക്കെ, അടുത്തത് ഇത് ഞാൻ നേരത്തെ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെ പറഞ്ഞിട്ട്. യെശയ്യാവിന്റെ ഭാര്യ ആരായിരുന്നു? പേരല്ല ചോദിച്ചത്, അവരുടെ പൊസിഷൻ അല്ല, എന്തുവായിരുന്നു? യെശയ്യാവിന്റെ ഭാര്യ ആയിരുന്നു? അല്ല, അതല്ല. യെശയ്യാവിന്റെ അല്ല, അത് ഹോശയുടെ ഭാര്യ അല്ലേ? അതെ, ഇത് യെശയ്യാവിന്റെ ഭാര്യ. അയ്യോ, നല്ല ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അറിയാവോ? ഇല്ല, ഞാൻ പറയട്ടെ. ആർക്കും അറിയത്തില്ല? ഒരു പ്രവാചകിയായിരുന്നു. യെസ്, ഉണ്ടോ ഒരാള് ഇപ്പഴേ പ്രവാചകിയായിരുന്നു. യെശയ്യാവിന്റെ ഭാര്യ. യെശയ്യാവ് 8:3. ഓക്കെ, അടുത്തത് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിലാപം അടുത്തത് വിലാപങ്ങളുടെ വിലാപങ്ങൾ എഴുതിയത് ആര്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശലോമോൻ ആദ്യമേ പറഞ്ഞില്ല.
ഇരമ്യാവ് പറഞ്ഞ ആരാ? ശലോമോൻ പറഞ്ഞാല്. ഇരമ്യാവ് ആരാ പറഞ്ഞേ? ജെസ്സി ആന്റി. ഞാൻ പറഞ്ഞു മോളെ. ജെസ്സി ആന്റി അല്ലയോ? ഒരു സെക്കൻഡ്, ഞാനാ പറഞ്ഞു. ശലോമോൻ പറഞ്ഞ മറിയാമ്മ ആന്റിയാ. ഒരു സെക്കൻഡ് ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഓർത്ത് ഇരമ്യാവാണെന്ന്. അപ്പോഴത്തേനും അവിടെ ജെസ്സി സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. സിസ്റ്റർ പറഞ്ഞാണ് കറക്റ്റ്, ജെസ്സി ആന്റി പറഞ്ഞാണ് കറക്റ്റ്, ഇരമ്യാവാണ്. നമുക്ക് അതിന്റെ ഒരു 2 ദിനവൃത്താന്തം 35 25 ഓക്കെ. ഇനി ഞാനൊരു കോമൺ ക്വസ്റ്റ്യൻ, ഒരു ജനറൽ ക്വസ്റ്റ്യനും കൂടെ ഒരെണ്ണം ചോദിക്കുവാണേ. ആർക്കെങ്കിലും അറിയാൻ നോക്കട്ടെ. ജെനി ചേച്ചി പറയുമായിരിക്കും, സുഫ്മാമയ്ക്ക് അറിയാതിരിക്കാം, മിക്കവാറും പേരൊക്കെ അറിയാതിരിക്കാം. നമ്മുടെ ഏതൻ തോട്ടം, അതിൻ്റെ ഇപ്പോഴത്തെ പേര്, ഇപ്പോൾ അറിയപ്പെടുന്ന ഏത് പേരിലാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇറാഖ്. അതിൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ട് പറയുക കേട്ടോ. ഓക്കെ. ജെനി ചേച്ചി ഒന്നും നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഇരമ്യാവും ഞാൻ പറഞ്ഞായിരുന്നു, കേട്ടില്ല. എന്താ എടുക്കാനാ? ആര് പറഞ്ഞായിരുന്നു? ഉറക്കെ പറയണ്ടായോ? ഞാൻ കേട്ടില്ലായിരുന്നു. ഉറക്കത്തിന് പറയാ, മനസ്സിലായി എനിക്ക്. അപ്പം ഇറാഖാണ് കേട്ടോ. അത് ഞാനൊരു ക്വസ്റ്റ്യന് ഇപ്പോഴത്തെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി. മിക്കവാറും പേർക്കും അറിയാവുന്ന. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ, 9 and 10. മിരിയാമിന്റെ അപ്പന്റെ പേരെന്തുവാ? അമ്രാം അല്ലേ? അമ്രാം. യെസ്, മിടുക്കി. മോശയുടെ അപ്പന്റെ പേരെന്തുവാ? അത് ഈ ക്വസ്റ്റ്യൻ അല്ല, എന്റെ കൂട്ടത്തിലുള്ളതല്ല. അന്നാ ചോദിച്ചായിരുന്നു എല്ലാരും പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ മിരിയാമിന്റെ അപ്പന്റെ പേര് ആരും പറയുന്നില്ല. അല്ല, അമ്രാം തന്നെ. ഞാൻ അത് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ മിരിയാം മോശയുടെ സഹോദരി ഇല്ലയോ, അപ്പം മിരിയാമിന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചു. ഓക്കെ, അമ്രാമാണേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് ഇച്ചിരി ചിലപ്പം അറിയാവുന്നതായിരിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായ പ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി ആര്? ആന്റി, മറിയാമ്മ ആന്റി ഇല്ലയോ? ഓക്കെ. ഒരെണ്ണം എന്റെ വിട്ടുപോയല്ലോ. 6 ഒരു പോയിന്റ് വിട്ടുപോയി. 6 ഞാൻ പോയിന്റ് പറയുമ്പോൾ നമുക്കറിയാം, എങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോ എഴുതിയായിരുന്നു 1 2 3 4 5 6. ശരി, നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങളുടെ പോയിന്റ്സ് എത്രയാണെന്ന്. ഞാൻ പറയാം. മോളമ്മ രാജു സിസ്റ്റർ 1 പോയിന്റ്, ജെസ്സി രാജു, എല്ലാം രാജു ആണല്ലോ, എൽസി രാജു, ജെസ്സി ആൻറ്റി 1 to 3 പോയിന്റ്സ്, എലിസബത്ത് ആൻറ്റി 1 പോയിന്റ്, നീന സിസ്റ്റർ 1 പോയിന്റ്, ജെനി ചേച്ചി 2 പോയിന്റ്, പിന്നെ മറിയാമ്മ ആൻറ്റി 1 പോയിന്റ്. വേറെ ആരെങ്കിലും പോയിന്റ് പോയോ, നഷ്ടമായോ? എനിക്ക് 9 കിട്ടുന്നുള്ളതുകൊണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റാ. ശരി, ഓക്കെ, താങ്ക് യു. നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയില് നല്ല ഭംഗിയായിട്ട് ബൈബിൾ ക്വിസ് ഒക്കെ തയ്യാറാക്കി ചോദിച്ച ഷെയറിലേക്ക് പ്രത്യേകം നന്ദി. ഇനി അടുത്ത നമ്മുടെ പ്രോഗ്രാം എടുത്തു വെച്ചത് പോയത്. അടുത്ത എന്തോ ഷെയർ സിസ്റ്ററുടെ എന്തോ എഴുതിയത് കണ്ടല്ലോ. ഇല്ല, പ്രോഗ്രാംസ് തീർന്നു. കഴിഞ്ഞു. ലാസ്റ്റത്തെ പ്രോഗ്രാം ആയിരുന്നു വിജയുടെ. അതിപ്പോ ഷെയർലി വിജയുടെ മൊബൈൽ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തിരിക്കുക. അത് 8 മണിയാകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. നാട്ടിൽ 8 മണിയാകുമ്പോഴത്തേക്ക് കിട്ടും. അപ്പം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വിജി ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ കാണും. ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും മീറ്റിംഗ് ലീഡ് ചെയ്ത ശാന്തമ്മ സിസ്റ്ററേയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ ദൈവം സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി. കൂടാതെ മെസ്സേജ് പറഞ്ഞ നമ്മുടെ അനി, ഞാൻ പെട്ടെന്ന് ഒരു 15 മിനിറ്റ് മെസ്സേജ് പറയണം എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് പറയാം എന്ന് ഏറ്റു കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പറയാൻ ദൈവം സഹായിച്ചല്ലോ. അപ്പം കേൾക്കുന്ന മെസ്സേജും ഇവിടെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമും ഒക്കെ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. കൂടാതെ നമ്മളെല്ലാവരും ഒരുമിച്ചൊന്ന് കൂടുന്നതിന് ഒരു സന്തോഷം. നമ്മുടെ ഈ ടാലന്റ് പ്രോഗ്രാം എന്നും പറഞ്ഞ് നമ്മൾ കൂടുമ്പോൾ
നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് പ്രകടമാക്കാനും പിന്നെ ഒന്ന് സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് ഗസ്റ്റിനെ വിളിക്കാതെ നമ്മൾ ഒരുമിച്ച് കൂടണമെന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ്. നിങ്ങളെല്ലാം കടന്നു വന്നല്ലോ. കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റാഞ്ഞവരൊക്കെ അടുത്ത പ്രാവശ്യം പ്രോഗ്രാം ചെയ്യണം. എന്തെല്ലാം പ്രോഗ്രാം ചെയ്യാൻ കഴിവുള്ളവരൊക്കെ മാറി നിൽക്കല്ലേ. ഷെയർലി ഒന്ന് വിളിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ഞാൻ ഇന്ന പ്രോഗ്രാം ചെയ്യാം എന്ന് പറയണം. ഇന്നത്തിൽ എല്ലാവരും ഓരോരോ കഴിവുകളുള്ളവരാ. ആരും കഴിവ് കുറഞ്ഞവരോ കഴിവില്ലാത്തവരൊന്നും അല്ല. എല്ലാവരും നല്ല കഴിവുകളുള്ളവരാണ്. ചിലരൊക്കെ പറയുമോ എനിക്കത് പറ്റത്തില്ല എന്നൊക്കെ പറയാം. പക്ഷെ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് ശരിക്കും അവരുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആരും പുറകോട്ട് നിൽക്കല്. എല്ലാവരും ആക്റ്റീവായിട്ട് മുമ്പോട്ട് വരണം. നമ്മൾ ഇതിനകത്തുള്ളവരെല്ലാവരും ഓരോ നിലയിലും പല പല പ്രയാസങ്ങളിലൂടെ പോകുന്നവരാ. പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു സന്തോഷം അതൊരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ആരെയും പ്രത്യേകം വിളിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഓരോരുത്തരും നമ്മുടെ ഗ്രൂപ്പിൽ ശ്രദ്ധിക്കണം ഇടയ്ക്കൊക്കെ ഒന്ന്. എന്നിട്ട് പ്രോഗ്രാമുകളൊക്കെ കേൾക്കണം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രോഗ്രാം ചെയ്തവരെയും പ്രോഗ്രാം ചെയ്യാൻ കഴിയാഞ്ഞവരെയും എല്ലാം, പ്രത്യേകിച്ച് ബൈബിൾ ക്വിസിലൊക്കെ ആൻസർ പറയാം. അതും അവരവർക്ക് കഴിയുന്ന പോലെയുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പം അതെല്ലാം ദൈവനാമം മഹത്വത്തിനാക്കി തീർക്കട്ടെ. എന്ന് സാജൻ വായിച്ചപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, അവൻ ഭാവനയിലൂടെ പറഞ്ഞെങ്കിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തില് കർത്താവ് ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോകും. അതേ അനുഭവങ്ങളാണ് ഇന്ന് ചുറ്റുപാടിൽ നമ്മൾ കാണുന്നൊക്കെ. ഇന്നത്തെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളെ പോലുള്ള ഒരുപാട് മനുഷ്യര് പലവിധമാവുന്ന പ്രശ്നങ്ങളില്ല. യുദ്ധത്തെക്കുറിച്ചുള്ള വലിയൊരു ഭീഷണിയും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും നമ്മൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്. ദൈവം അറിയാതെ നമ്മുടെ ആളുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ചിലർക്കൊന്നും ഉറക്കമില്ല. വാസ്തവം പറഞ്ഞാൽ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പേടിയായി. പലർക്കും ഉറക്കമില്ല. പലരും എന്നെ വിളിച്ചിട്ട് പറയാം, സോഫിയാൻറ്റി നിങ്ങളുടെ അവിടെ ശബ്ദം വല്ലതും കേട്ടായിരുന്നോ? ഞങ്ങളുടെ ഇവിടെ അങ്ങനെ കേട്ടു എന്നൊക്കെ പറയാം. എൻ്റെ നാത്തൂൻ ബഹറിലാണ്. അവൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്ക്. പിന്നെ കുവൈറ്റിൽ ഞങ്ങളുടെ പല ആൾക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പോൾ പാസ്റ്റർ ഇപ്പം അവിടെ ചെന്ന് പെട്ടേക്കുക. അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ജെസി ആൻറ്റിയുടെ മോനും ഒക്കെ അവിടെ കുടുംബമായിട്ട് അവിടെ ഉണ്ട്, കുവൈറ്റിലുണ്ട്. ഇപ്പം ജെസി ആൻറ്റി ആയിരിക്കുന്നത് മസ്കറ്റിലാണ്. ഇവിടെ ജെനിയൊക്കെ ദുബായിൽ. അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാവരും ദൈവം അവിടെ ഇവിടങ്ങളായിട്ട് സൂക്ഷിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയെ പരസ്പരം നമുക്ക് ഓർക്കാം. എവിടെ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. ഇന്നിപ്പം ഒരു ന്യൂസ് കേട്ടു, വേടന്റെ പ്രോഗ്രാമിനെങ്ങാണ്ട് വന്ന ഒരു കുഞ്ഞ് ട്രെയിൻ തട്ടി എങ്ങാണ്ട് മരിച്ചു. ആ വേദന സഹിക്കാൻ വയ്യാതെ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്ന കേൾക്കുന്ന ഒക്കെ നമുക്ക് ഒത്തിരി വേദന തരുന്ന കാര്യങ്ങളാണ്. നമ്മളെ കർത്താവ് ഇത്രത്തോളം സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രോഗ്രാം അവതരിപ്പിച്ച് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് പാടി പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എടുത്തു വെച്ച പാട്ട് മാറിപ്പോയല്ലോ. യേശുവേ സ്തോത്രം. ആമേൻ. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി. നിൻ വരാവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയമാണാളനേ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയമാണാളനേ. എന്നുമേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. എന്നുമേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. മാറിടാതെ നിൻമൊഴിയിൻ
പാതയിൽ ഞാൻ ഓടിയൻകിലെത്തി നൽവിരുതു പ്രാപിക്കും ജീവാന്ത്യത്തിൽ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയമാണാളനെ എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. സ്വർഗീയന്മാ പുരിയിൽ ആശിപ്പാനെന്തുള്ളപ്പ സ്വർഗീയമാ സൗഭാഗ്യങ്ങൾ സ്വർപ്പുരെ ഞാൻ കാണുന്നേ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയമാണാളനെ എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി. നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയമാണാളനെ എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അതിന്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ എവിടെവിടങ്ങളായി കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്കറിയത്തില്ല എത്ര നാൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചാൻസുകൾ കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല. നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. നെറ്റ്വർക്കൊക്കെ കട്ടായാൽ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങളാ. ഹല്ലേലൂയ. അത് ഞാൻ പറയായിരുന്നു, കോവിഡ് സമയത്താ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആയതും ഫ്ലൈറ്റ് ഇല്ലാതിരുന്നതും ഒക്കെ. ഇപ്പം മിക്കവാറും ഫ്ലൈറ്റുകളൊന്നും ഇല്ല. ആൾക്കാരൊക്കെ പലയിടത്തും ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലാണ് യാത്ര ചെയ്യുന്ന, അന്യായ പൈസയൊക്കെ കൊടുത്ത്. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ ലോകം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് ഹല്ലേലൂയ പ്രത്യാശയോടെ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ആൻമോളുടെ പാട്ട് ഒത്തിരി നന്നായിരുന്നു കേട്ടോ. ആൻമോളും മിടുക്കിയായിട്ട് പാട്ടൊക്കെ പാടി. ഹല്ലേലൂയ. കുഞ്ഞിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവളുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഹല്ലേലൂയ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ മറിയാമ്മ ആന്റി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. സാജനുണ്ടോ ഇതിനകത്ത്? സാജൻ ആശീർവാദം പറയണേ. മറിയാമ്മ ആന്റി പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരുണാസമ്പന്നായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല വൈകിയ വിളക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ മരുഭൂമി യാത്രയിൽ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് കൃപയായി നൽകി തന്നല്ലോ. ഞങ്ങളുടെ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ സൂം മീറ്റിംഗ് ആയി കടന്നു വരുവാൻ കൊണ്ടും കർത്താവ് കൃപ ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഓരോരുത്തരും ചെയ്ത പ്രോഗ്രാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കണമേ. അനിയിൽ കൂടെ കേട്ട ഹല്ലേലൂയ ദൈവവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾ ഒന്ന് തൊടുവാൻ, യേശുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, യേശുവിന്റെ മാർവോട് ചാരി മരുഭൂമി യാത്രയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അനുസരിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൃപ ചെയ്യണമേ. അടിയങ്ങളുടെ കുറവുകളൊന്നും ഓർക്കാതെ ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വാഗ്ദത്തം നിറവേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് വാതിൽക്കലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി യുദ്ധങ്ങള്, യുദ്ധശ്രുതികള്, ക്ഷാമങ്ങള്, ഭൂകമ്പങ്ങള്, ഹല്ലേലൂയ ജാതി ജാതിയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ എൻ്റെ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു മനസ്സിലാക്കി ഞങ്ങൾ ഓരോ നിമിഷവും അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ ദൈവം ഇടയാക്കണമേ. ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, അവിശ്വസ്തകളുണ്ട് കർത്താവെ. അതൊന്നും ഓർക്കാതെ എൻ്റെ കർത്താവ് ഇതുവരെ ഞങ്ങളെ നടത്തിയല്ലോ. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മിനിസ്ട്രിയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ, വേദനയിൽ കൂടെ കടന്നു പോകുന്നവരെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവരെ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതം
ആകുന്നു. ഏത് സാഹചര്യത്തിലും ഓടി വന്ന് അഭയം പ്രാപിക്കുവാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമായിട്ടുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശത്രു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ജയമെടുക്കുവാൻ ഇടയാകാതെ ഹാലേലൂയ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അവസാനത്തോളം നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണേ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ജനം പേടിച്ചും ഭയം കൊണ്ടും കർത്താവെ ഹല്ലേലൂയ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ദൈവജനത്തെ കർത്താവ് വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ഒരുക്കത്തോടെ ആയിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അങ്ങയുടെ കൃപയ്ക്കുള്ളവരെ മറയ്ക്കണമേ. അങ്ങയുടെ ചിറകിന്റെ മറവിലവരെ മറച്ചുകൊള്ളുമാറാകണമേ. ശത്രു യാതൊരു വിധത്തിലും അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനോ വിശ്വാസത്തിൽ ക്ഷീണിച്ചും തളർന്നു പോകുവാൻ ഇടയാകാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി ജീവിപ്പാൻ ദൈവം ഇടയാക്കുമാറാകണമേ. ഇത്രത്തോളം ദൈവം നടത്തി സോഫീസിനെ കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ മിനിസ്ട്രിക്ക് ഹല്ലേലൂയ കൈത്താങ്ങലാകുവാന് ഈ മിനിസ്ട്രിയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നിന്റെ മകളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണം മാക്കി തീർക്കണമേ. വിശേഷാൽ നീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൾ കടന്നു പോകുന്ന സാഹചര്യം ദൈവം അറിയുന്നു കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല. ഞങ്ങളുടെ പ്രാണൻ അങ്ങയുടെ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത്. നിന്റെ മകളെ ഹല്ലേലൂയ വചനത്താൽ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം ഇതിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഇനിയും ദൈവഹിതമെങ്കിൽ കൂടി വരുവോളം അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഓരോരുത്തരെയും മറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സ്വർഗീയ പിതാവേ ആമേൻ ആമേൻ ആമേൻ. സാജാ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു വാക്ക്. നമ്മുടെ അന്ന കണ്ടത്തിൽ ആന്റിയുടെ വേർപാടിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അന്നക്കണ്ടത്തിൽ ആന്റിയെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ ആന്റിയുടെ ശാരീരിക സ്ഥിതി ഒത്തിരി മോശമായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു സ്ട്രോങ് ലേഡി എന്ന് പറഞ്ഞാൽ ഒരു അയൺ ലേഡി എന്ന് തന്നെ പറയാം. കർത്താവിന് വേണ്ടിയിട്ട് വളരെ ശക്തമായി അവസാന ശ്വാസം വരെ സംസാരിച്ചതെല്ലാം അങ്ങനെയാണ്. എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് സൗദി അറേബ്യക്ക് വരണം, 1-2 രാജ്യങ്ങളിലൂടെ ഉള്ളു എനിക്ക് പോകാൻ, അവിടെ പോകണം, സൗദി അറേബ്യ വരുമ്പം നീ എൻ്റെ കൂടെ നിൽക്കണം. ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ടാകും, നമുക്കിവിടെ നല്ല വലിയ മീറ്റിംഗ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. ആന്റിയുടെ ഉള്ളിലെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതൊക്കെയായിരുന്നു, അല്ല മറ്റ് ലോകത്തിലെ മറ്റു കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പുള്ളിക്കാരിക്ക് പ്രസംഗിച്ച് കൊതി തീർന്നിട്ടില്ല. ഞാൻ പറയായിരുന്നു, നമുക്കൊക്കെ ചെറിയൊരു പനിയോ ഒരു ചുമയോ ഒരു ജലദോഷമോ ഒക്കെ വരുമ്പോൾ നമുക്കൊന്നും പറ്റത്തില്ല, നമ്മൾ പലപ്പോഴും അങ്ങ് ക്ഷീണിച്ചു പോവുക. പക്ഷെ ആ കിടപ്പിൽ പോലും എന്തോ ഒരു ശക്തമായിട്ടാണെന്നറിയാവോ ആന്റി ദൈവവചനം സംസാരിക്കുന്നതും. ഭയങ്കര, എനിക്കറിയത്തില്ല ദൈവരാജ്യത്തെ കുറിച്ച് ഇത്രയും തീഷ്ണതയുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറയാനുള്ള ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയി കണ്ട് സംസാരിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഭാരമായിരുന്നു ആന്റിയെ കണ്ടിട്ടങ്ങ്, കാരണം അത്രയ്ക്ക് ക്ഷീണവും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒത്തിരി കഷ്ടപ്പെടുത്തല്ലേ, ജീവിക്കുവാണെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കണം, കഷ്ടപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ആന്റി നിത്യതയെ പ്രവേശിച്ചു. ഞാൻ പറഞ്ഞ നമ്മുടെ കൂട്ടത്തിലായിരുന്നു ലാസ്റ്റിലത്തെ ആന്റിയുടെ മീറ്റിംഗ്, ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മുടെ കൂടെ ആന്റി. അന്ന് ഞാൻ നമ്മുടെ പോസ്റ്റർ, ഇതിന്റെ മീറ്റിങ്ങിന്റെ പോസ്റ്റർ ഇടുന്നതിന് മുമ്പ് ആന്റി എനിക്ക് മെസ്സേജ് ഇട്ടു, വോയിസ് ഇട്ടു, മോളെ എനിക്ക് ഇന്ന് നല്ല ക്ഷീണമാണ്, നല്ല വേദനയാണ്. പക്ഷെ ഞാൻ ആ മെസ്സേജ് കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആന്റിയുടെ മെസ്സേജ് പറയുന്നതിന് നമ്മുടെ ഫ്ലയർ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അത് ആന്റി കണ്ടു, ഉടനെ എനിക്ക് അടുത്ത മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ അത് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആന്റിയുടെ മെസ്സേജ് കാണും. അപ്പം ആന്റി എന്നോട് പറഞ്ഞു, മോളെ നീ പോസ്റ്ററൊക്കെ അടിച്ചതല്ലേ, ഞാനൊരു 10 മിനിറ്റ് അല്ലെ ഒരു 5 മിനിറ്റ് എങ്കിലും ഞാൻ സംസാരിക്കും. പക്ഷെ നമ്മളോട് അതിൽ കൂടുതൽ സമയം നമ്മുടെ കൂടെ ആന്റി അന്ന് ചെലവഴിച്ചു. അങ്ങനെ ഒത്തിരി പ്രത്യാശയോടെ നല്ല നിത്യതയെ ചേർക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അന്ന ആന്റിക്ക് വേണ്ടിയിട്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആന്റിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആന്റി ബാക്കി വെച്ചിട്ട് പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആന്റി ആഗ്രഹിച്ച കർത്താവിന്റെ വേല അത് നമ്മളിലൂടെ ഒക്കെ വേണം, അത് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ അത് നടപ്പാകാൻ. അപ്പൊ അതിനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ
അവിടെ ആ ഫ്യൂണറൽ സർവീസ് നടന്നുകൊണ്ടിരിക്കും. എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. ഞാൻ പലരോടും ഞാൻ പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ ആയിട്ടൊരു പ്രത്യാശ അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പലർക്കും മെസ്സേജ്, അപ്പോൾ 1-2 പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, ആന്റി വിഷമിക്കണ്ട, ഞങ്ങൾ ഇവിടെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട്, പക്ഷെ അവർ വായിച്ചതൊക്കെ തെറ്റിച്ചാണെങ്കിൽ തന്നെ ഒരു വാക്ക് നമ്മളുടെ ഇതിൽ പറയാൻ, ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ ഇതിൽ പറയാനൊക്കെ ഉള്ളൊരു അവസരം നമുക്ക് ദൈവം തന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കൂട്ടായ്മയിലായിരുന്നു, നമ്മുടെ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലാണ് അന്നക്കണ്ടത്തിൽ ആന്റി ലാസ്റ്റ് മെസ്സേജ് പറയുന്നത്. അത് കഴിഞ്ഞ് വേറെ ആരുടെ മീറ്റിംഗിൽ ആന്റി മെസ്സേജ് പറഞ്ഞെന്ന് തോന്നുന്നില്ല. കാരണം പിന്നെ ആന്റിക്ക് ക്ഷീണമായിരുന്നു. പിന്നെ പല മെസ്സേജുകൾ ആന്റിക്ക് അയച്ചെങ്കിലും ആന്റിക്ക് അതിന് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ആന്റി ഹോസ്പിറ്റലും ഒക്കെ ആയി പോയായിരുന്നു. എന്തായാലും വളരെ പ്രത്യാശയോടെ ഒരു ധീര വനിതയെന്ന് തന്നെ പറയാം, കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു ആന്റി. അതോർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ജീവിച്ച് ഒത്തിരി നിരീശ്വരവാദിയായിട്ട് ഒരു കാലയളവിൽ ആന്റി ജീവിച്ചത്. പക്ഷെ എത്രമാത്രം ദൈവമില്ല എന്ന് ആന്റി എതിർത്തു പറഞ്ഞോ, അതിന്റെ 10 മടങ്ങായിട്ട് ശക്തമായിട്ട് ആന്റി കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്ന സാക്ഷ്യങ്ങൾ, ആന്റിയുടെ സാക്ഷ്യം യൂട്യൂബിലൊക്കെ കിടക്കുന്ന നിങ്ങളൊക്കെ കേൾക്കണം. അത് ഭയങ്കര ബലമാണ്. ഞാൻ മിക്കവാറും കേൾക്കും. അത് ഒത്തിരി ബലമാണ് ആന്റിയുടെ ഓരോ സാക്ഷ്യം. നമ്മുടെ മിനി വർഗീസ്, USA എന്നുള്ള മിനി വർഗീസ് ആന്റിയെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഇത് നമ്മുടെ ബ്ലെസ്സി ആയിരുന്നു തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. അന്ന് ആന്റി മിനിയോട് അതൊക്കെ ആന്റിക്ക് വയ്യാതിരിക്കുമ്പോഴാണ് ആ ബാഗ് ഇങ്ങനെ വയറ്റത്ത് ഇങ്ങനെ, മറിയമ്മേന്റെ ആയിരുന്നു ഇട്ടെ, ആ ബാഗൊക്കെ വയറ്റത്ത് ഇങ്ങനെ ഇരിക്കുക. ആന്റിക്ക് ഇങ്ങനെ നേരെ ഇരിക്കത്തില്ല. അത് വെച്ചോണ്ടാണ് ആന്റി ഇതെല്ലാം ചെയ്തത്. ഞാൻ ഓർക്കുമായിരുന്നു, അപ്പൊ കർത്താവിനെ എന്തുമാത്രം ആന്റി സ്നേഹിച്ചു. ഈ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള തീഷ്ണത എന്തുമാത്രമായിരുന്നു. നമുക്കും അതുപോലൊക്കെ അത്രയും ആകാൻ പറ്റിയില്ലെങ്കിലും ഇനിയുള്ള കാലയളവിൽ നമ്മളെ കൊണ്ടും കഴിയുന്നത് പോലെ കർത്താവിന് വേണ്ടി ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തരായിട്ട് നിൽക്കാൻ, ഞാനിപ്പോ അന്നക്കണ്ടത്തിൽ ആന്റിയെ കുറിച്ച് ഒരു വാക്ക് നമ്മുടെ ഇടയിലത്ത് സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അതിനുള്ള സമയം എടുത്തത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കിട്ടുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ, ആശീർവാദം പറഞ്ഞു. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു അവസരം കൂടി കർത്താവ് നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ കൂടുവാനൊക്കെ, നല്ല മെസ്സേജും നല്ല പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ദിവസത്തിൽ കൂടുവാൻ കർത്താവ് ഇവിടെ ആക്കിയല്ലോ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടരുത്, ധൈര്യമുള്ളവരായിരിക്കാൻ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ യുദ്ധനോവിന്റെ ആരംഭമാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇനി അടുത്ത ആഴ്ചത്തെ മീറ്റിംഗ് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കാണും. അവരൊരു പ്രത്യാശയാണ് നമ്മളെ നയിക്കുന്നത്. ആ പ്രത്യാശ നിറയപ്പെട്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മളോടും നമ്മോടത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിശേഷാൽ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. വേഗം വരുന്നവനായ കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം. ആമേൻ.